ചേലക്കരയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വീഴ്ച പറ്റിയിട്ടില്ലെന്ന് കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരൻ. നിർണായക സമയത്ത് കൂറുമാറിയ സരിൻ ചതിയനാണെന്നും തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് ആരുടെയും പിന്തുണ തേടിയിട്ടില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. ചേലക്കരയിൽ മികച്ച സ്ഥാനാർത്ഥിയാണ് നിർത്തിയതെന്നും ഭൂരിപക്ഷം കുറയ്ക്കാൻ സാധിച്ചത് പാർട്ടിയുടെ വിജയമാണെന്നും കെ. സുധാകരൻ പറഞ്ഞു. പ്രാദേശിക തലത്തിൽ അണികൾക്കിടയിൽ പരാതിയുണ്ടായതായി തന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിർണായക സമയത്ത് സീറ്റ് മോഹിച്ച് പാർട്ടി വിട്ട സരിൻ ചതിയനാണെന്നും ഇനി സരിനെ പാർട്ടിയിൽ തിരിച്ചെടുക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു പ്രത്യേക ക്രിട്ടിക്കൽ പോയിന്റിൽ പാർട്ടിയെ വിട്ട ചതിയനാണ്. അദ്ദേഹത്തെ തിരിച്ച് പാർട്ടിയിലേക്ക് എടുക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല, താല്പര്യമില്ല, ചെയ്യുന്ന പ്രശ്നമില്ല. ഗോവിന്ദ മാഷി തന്നെ കൊണ്ടു നടന്നോട്ടെ. സന്ദീപ് വാര്യരുടെ വരവ് പാർട്ടിക്ക് ഗുണം ചെയ്തതായും കെ. സുധാകരൻ അഭിപ്രായപ്പെട്ടു. സന്ദീപ് വാര്യരെ കുറിച്ച് എന്ത് മനോഹരമായ വാക്കുപയോഗിച്ചിരുന്നു അദ്ദേഹം. ഇപ്പൊ എന്താ പറയുന്നത്? സന്ദീപ് വാര്യർ CPM-ൽ പോയാൽ സന്ദീപ് വാര്യർ വളരെ മിടുക്കനാണ്, നല്ല രാഷ്ട്രീയക്കാരനാണ്, തറവാടിത്തുള്ളവനാണ്, ക്രിസ്റ്റൽ ക്ലിയർ ആണ് എന്നൊക്കെയാണെന്ന് പറഞ്ഞത്. നമ്മളിപ്പോൾ വന്നപ്പോൾ അതെല്ലാം മാറിയില്ലേ? അഭിപ്രായ സ്ഥിരത എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ നേതാവിന്റെ ക്വാളിറ്റിയാണ്. വായി തോന്നിയതും സമയത്ത് തോന്നിയതും സന്ദർഭത്തിൽ തോന്നിയതും വിളിച്ച് പറയുന്നവൻ രാഷ്ട്രീയക്കാരനല്ല, അവൻ രാഷ്ട്രീയത്തിലെ ഭ്രാന്തി വികാരത്തിന്റെ ഉടമസ്ഥനാണ്. തെരഞ്ഞെടുപ്പിൽ SDP ഉൾപ്പെടെ ആരുടെയും പിന്തുണ UDF തേടിയിട്ടില്ല എന്നും ജുഡീഷ്യൽ കമ്മീഷൻ സമയമെടുത്താലും മുനമ്പത്ത് താമസിക്കുന്നവർക്ക് അവരുടെ ഭൂമി തിരികെ ലഭിക്കണമെന്നും അദ്ദേഹം പ്രതികരിച്ചു. വന്നിട്ടുണ്ടാവാം, ഞങ്ങൾ ആരും അവരെ പിന്തുണക്ക് പോയിട്ടില്ല, അവരാരും ഇങ്ങോട്ടും വന്നിട്ടില്ല, ഞങ്ങൾ അങ്ങനെ ഒരു വോട്ട് ചോദിച്ചിട്ടില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ആരും ചെയ്യും, സ്വാഭാവികമാണ്. അത് നമ്മൾ രാഷ്ട്രീയ എതിരാളികളിൽ നമ്പർ 1, നമ്പർ 2, നമ്പർ 3 അങ്ങനെയുണ്ട്. ഒന്നുപോലെ ആവില്ല, രണ്ട് പോലെ ആവില്ല, 3. അപ്പൊ സ്വാഭാവികമായും ചെറിയ കുറ്റമില്ല, ചെറിയ അഭിപ്രായ വ്യത്യാസമുള്ള പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുക സ്വാഭാവികമാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടാവാം അവർ. അത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല, ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല, എനിക്കതറിയില്ല. ഞങ്ങൾ പക്ഷേ ഔദ്യോഗികമായി അങ്ങനെ ഒരു വോട്ട് ചെയ്യണമെന്നോ സഹായിക്കണമെന്നോ ഞങ്ങൾ പോയി പറഞ്ഞ് ചെയ്തെങ്കിൽ മാത്രമേ അതിന് ഉത്തരം പറയാൻ ഞങ്ങൾക്ക് അർഹതയുള്ളൂ. നിലവിൽ ഭൂമിയുള്ളവരുടെ കയ്യിലെ ഭൂമി അവർക്ക് തന്നെ നൽകി ഈ വിഷയം തീർക്കണമെന്നാണ് ഞങ്ങൾ ഒറ്റ വാക്കിൽ പറഞ്ഞത്. അതാണ് ഞങ്ങളുടെ അപ്രോച്ച്. ആ അപ്രോച്ചിലേക്ക് തന്നെ അത് എത്തുമെന്നാണ് എന്റെ വിശ്വാസം. ന്യൂസ് ബ്യൂറോ, എറണാകുളം. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.